ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ചിക്കൻ തൈയാണ് എടുത്തിട്ടുള്ളത്. അത് 4 എണ്ണം. അത് ഏകദേശം 450 ഗ്രാം ഉണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഫ്രഷ് ക്രീം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കഴുകി വൃത്തിയാക്കിയ ബസ്മതി റൈസ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുക. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 15 മിനിറ്റിന് ശേഷം അത് ഊറ്റി എടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി പൊരിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി പൊരിച്ചെടുക്കാനും ബാക്കി പകുതി ചോറ് ഉണ്ടാക്കാനുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു പകുതി പൊരിച്ചെടുക്കുക. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഇനി ആ സെയിം ഓയിലിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വശം ആവുമ്പം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ആ ഫ്രൈ ചെയ്ത ഉള്ളിയില്ലേ, അതിലേക്ക് മല്ലിയില ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി ആ ഓയിലിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക. പിന്നെ ബേ ലീഫ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവാള, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഇനി നേരത്തെ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 2 പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യുക. എടുത്ത അരിൻ്റെ ഇരട്ടി ചൂടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 ഗ്ലാസ് കട്ടിയില്ലാത്ത തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അരിയും വെള്ളവും ഒരേ ലെവലാവുമ്പം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ വെള്ളം മുഴുവനായിട്ട് വറ്റിക്കണമെന്ന് അറിയാൻ വേണ്ടി മുഴുവൻ മിക്സ് ചെയ്യരുത്. ഇടയിൽ സ്പൂൺ ഇട്ടിട്ട് നോക്കിയാൽ മതി. വെള്ളം മുഴുവനായിട്ട് വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള ഫ്രൈ ചെയ്ത ആ ഒരു മിക്സില്ലേ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.